ആകാശവാണി കൊച്ചി FM 102.3 സമകാലികം. ഏറ്റവും വലിയ പുണ്യപ്രവൃത്തികളിലൊന്നാണ് ഒരു ജീവൻ രക്ഷിക്കുക എന്നത്. ആധുനിക വൈദ്യശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചാലും പകരം വയ്ക്കാനില്ലാത്ത ഒന്നാണ് മനുഷ്യരക്തം. അതുകൊണ്ട് തന്നെ സ്വമേധയാ രക്തം നൽകി ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ കാത്തുസൂക്ഷിക്കുന്ന രക്തദാതാക്കളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 14 തീയതി രക്തദാതാ ദിനമായി ആചരിക്കുന്നു. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ പ്രശസ്ത ശാസ്ത്രജ്ഞൻ കാൾ ലാൻഡ് സ്റ്റൈനറുടെ ജന്മദിനമാണ് രക്തദാതാ ദിനം അഥവാ ബ്ലഡ് ഡോണർ ഡേ ആയി ആചരിക്കുന്നത്. ഈ വർഷത്തെ ഔദ്യോഗിക പ്രമേയം ഒരു തുള്ളി മാനവികത, രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ്. രക്തദാനത്തെക്കുറിച്ചാണ് ഇന്ന് സമകാലികം. പേഴ്സണലായിട്ട് ഇതുവരെയും ഞാൻ ബ്ലഡ് കൊടുത്തിട്ടില്ല. പക്ഷെ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ബന്ധുവിന് ബ്ലഡ് ആവശ്യം വന്നു. നെഗറ്റീവ് ആയിരുന്നു ബ്ലഡ്. തന്റെ ബന്ധുവിനുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് രക്തം ആവശ്യമായി വരികയും അന്ന് രക്തദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പിന്നീട് രക്തദാതാവായി മാറുകയും ചെയ്ത ബാങ്ക് ഉദ്യോഗസ്ഥനായ ദീപു. അപ്പോൾ ഞാൻ എറണാകുളത്തുള്ള ഒരു മേഡത്തിനെ ബന്ധപ്പെട്ടു. നെഗറ്റീവ് ബ്ലഡ് റെയറാണ്, പക്ഷെ എത്രയും പെട്ടെന്ന് അവരെനിക്ക് ബ്ലഡ് റെഡിയാക്കി തന്നു. എൻ്റെ റിലേറ്റീവിന് വിഷുവിന്റെ തലേദിവസം ഇരിങ്ങാലക്കുട വെച്ചിട്ട് ഒരു സ്കൂട്ടിയെ പോകുമ്പോൾ നാഷണൽ പെർമിറ്റ് ഇടിച്ചു വീഴ്ച, ഭയങ്കര ഇഞ്ചുറി ആയിരുന്നു ഉണ്ടായത്. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നമ്മൾ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നെഗറ്റീവ് ബ്ലഡ് ആയതുകൊണ്ട്, റെയർ ആയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ അതുവരെ ഞാൻ ബ്ലഡ് ഇതുവരെയും കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ട ഒരു പ്രാധാന്യം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ നെഗറ്റീവ് ബ്ലഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ അലഞ്ഞിട്ടാണ് ഈ ബന്ധപ്പെടുന്നത്. അവരുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ബ്ലഡ് കിട്ടി. അപ്പോഴാണ് ഈ ബ്ലഡിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം ഞാൻ ഇവരുടെ ഗ്രൂപ്പിൽ അംഗമാകുകയും എനിക്ക് ബ്ലഡ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ അങ്ങോട്ട് എൻ്റെ ബ്ലഡ് ആദ്യമായിട്ട് കൊടുത്തു. എല്ലാവർക്കും ബ്ലഡ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ബ്ലഡ് കൊടുത്താൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാകുന്നത് എൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. 2011 ആരംഭിച്ച ഓൾ ഇന്ത്യ ബ്ലഡ് ഡൊണേഴ്സ് അസോസിയേഷൻ സ്ഥാപകനും ചെയർമാനുമായ PM ജാഫർ. വെറും 40 പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ ഓൾ ഓവർ ഇന്ത്യ 14 ലക്ഷം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രയും വലിയൊരു ഡാറ്റാബേസ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലഡ് ആവശ്യം വരുന്ന രോഗിക്ക് ഞങ്ങളുടെ ഒരു വാട്സപ്പ് ചാറ്റ് ബോട്ട് നമ്പർ ഉണ്ട്. 85899077 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹൈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചാറ്റ് ബോട്ട് സ്റ്റാർട്ട് ആവുകയും ഒരു ബ്ലഡിന് വേണ്ടി ഒരാൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും അതിൽ കിട്ടും. എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ നമുക്ക് ഒരു ദിവസം വേണ്ടി വരുന്ന രക്തം എന്ന് പറയുന്നത് 1500 പേരുടെ രക്തമാണ്. ഇന്ത്യയിൽ വേണ്ടി വരുന്നത് ഒരു ദിവസം 50,000 പേരുടെ രക്തമാണ്. ഇനിയിപ്പോ മഴക്കാലാണ് വരുന്നത്. കേരളത്തിലെ ഈ അവസ്ഥ മാറുകയാണ്. 1500 നിന്ന് അത് 3000 എത്താൻ പോവുകയാണ്. ഈ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ പല രീതിയിലുള്ള അസുഖങ്ങളും വരും. രക്തത്തിലെ കൗണ്ട് കുറയും. ഉദാഹരണത്തിന് ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ തന്നെ ഡോക്ടർ പറയുകയാണ് ഒരു 5 യൂണിറ്റ് പ്ലേറ്റ്ലേറ്റ് കയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വരെ ബ്ലഡ് വേണ്ടി വരും. സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഒരാൾ രക്തത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ 180 ബ്ലഡ് ബാങ്ക് ഉണ്ട്. നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അതിന്റെ അടുത്തുള്ള ബ്ലഡ് ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് രക്തദാനം ചെയ്യാം. അങ്ങനെ ഓരോ വ്യക്തികളും അങ്ങനെ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ബ്ലഡ് ബാങ്കിലും ആവശ്യത്തിനുള്ള ബ്ലഡ് ആവും. ഇങ്ങനെ സമൂഹം ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനം എടുത്ത് ഓരോ 3 മാസം പുരുഷന്മാരും ഓരോ 4 മാസത്തിൽ സ്ത്രീകളും രക്തം ദാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന രക്തത്തിന്റെ ആവശ്യം പുറത്തേക്ക് വരില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ രക്തദാന സംഘടനകളും മുന്നോട്ട് വരിക. മറ്റുള്ള സംസ്ഥാനങ്ങള് കുറെയൊക്കെ ഇതിനകത്ത് ചീറ്റിംഗ് നടക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലും ഇതുപോലെ കുറച്ച് സംഭവം നോർത്ത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ബ്ലഡ് റിക്വസ്റ്റുകൾ കണ്ടുകൊണ്ട് അവരെ വിളിച്ചിട്ട് ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് വരുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആയിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിച്ചാൽ കിട്ടില്ല, അവര് ഫോൺ എടുക്കില്ല. അപ്പൊ അതേ സംഭവം തന്നെ ഇപ്പൊ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവര് സംസാരിക്കുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ആലുവ റൂറൽ SP കഴിഞ്ഞ മാസം പരാതി കൊടുത്തിട്ടുണ്ട്. തനിക്ക് രക്തം ആവശ്യമായി വന്നപ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലായത്. 2016 മുതൽ ഞാൻ ഈ മേഖലയിലുണ്ട്. ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്ററും പാരാലീഗൽ വോളണ്ടിയറുമായ മുളവുകാട് സ്വദേശി വാഹിദ. ഞാനിത് തുടങ്ങാൻ കാരണമെന്ന് വെച്ചാല് ഞാനൊരു സോഷ്യൽ വർക്കറാണ്. അപ്പൊ പലപ്പോഴും പലരും എന്നെ ബ്ലഡിന്റെ ആവശ്യത്തിനായിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ തന്നെ തുടങ്ങിയതാണ്. ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആളുകൾ അതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. ഒരുപാട് പേർക്ക് നമുക്ക് ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ബ്ലഡ് റിക്വസ്റ്റ് വരുന്ന ഒരു സ്ഥലം എറണാകുളം ജില്ല തന്നെയാണ്. ചിലപ്പോൾ 10, 15, 20 കേസുകളൊക്കെ നമുക്ക് ഒന്നിച്ച് വരാറുണ്ട്. ഞാൻ ഏതാണ്ട് 35 വർഷമായി ആലുവ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആലുവ KSRTCയിൽ വെഹിക്കിൾ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ദേശം സ്വദേശി
വിനോദ് സ്ഥിരമായി രക്തം ദാനം ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് 3 മാസം കൂടുമ്പോൾ ഒരു കൊല്ലത്തിൽ 4 പ്രാവശ്യം ബ്ലഡ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്റെ അങ്കിളുടെ മകൾക്ക് ഒരു ഹാർട്ട് ഓപ്പറേഷനായിട്ട് ബ്ലഡിനെ അന്വേഷിച്ച് നടന്നപ്പോൾ കിട്ടാത്തൊരു സാഹചര്യം വന്നു. ഇപ്പോൾ 17ാമത്തെ വയസ്സിൽ ഞാനും എൻ്റെ ഒരു കസിനും കൂടിയിട്ട് ബ്ലഡ് കൊടുക്കാൻ പോവുകയാണ്. അന്ന് അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടാണ് പിന്നീട് തുടർന്ന് കൊടുക്കാനായിട്ടൊരു പ്രചോദനമായത്. പിന്നെ അതൊരു ജീവിതചര്യയായിട്ട് മാറിക്കഴിഞ്ഞു. അതിന് ആലുവ IMA വന്നതിന് ശേഷം അവിടെ മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് 60 പ്രാവശ്യത്തോളം IMAയിലും അല്ലാതെ പുറത്തെ ഹോസ്പിറ്റലുകളിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൊടുത്തതുകൊണ്ട് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതുവരെയായിട്ടും നമുക്ക് ഒരു രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ വലിയ ചിട്ടകളൊന്നുമില്ല. ഇന്ന് വരെ മദ്യവെച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല, മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളൊന്നും കഴിക്കാറില്ല, ചായ പോലും കഴിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി ആർക്ക് വേണമെങ്കിലും നമുക്ക് ബ്ലഡ് കൊടുക്കാനുള്ള ഒരു സന്തോഷമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൾറെഡി 3 മാസം കൂടുമ്പോൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും നമുക്ക് മേജർ കേസുകളൊക്കെ ബ്ലഡ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ അവിടെ നിന്ന് അറിയിക്കുമല്ലോ. വലിയൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. ആർക്കൊക്കെ രക്തം ദാനം ചെയ്യാം? രക്തദാനം ചെയ്യാനുള്ളൊരു പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18-നും 60-നും ഇടയിലാണ്. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസറായ ഡോക്ടർ വീണ ഷേണായി. അതേസമയം റിപ്പീറ്റഡ് ആയിട്ട് ബ്ലഡ് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് 65 വയസ്സ് വരെ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഹീമോഗ്ലോബിൻ, വെയിറ്റ്, BP, പൾസ് മുതലായവ ചെക്ക് ചെയ്തിട്ടാണ് ഡോണേഴ്സ് ബ്ലഡ് കൊടുക്കാൻ സാധിക്കുമോ എന്ന് തീരുമാനിക്കുന്നത്. ഹീമോഗ്ലോബിൻ 12 ഗ്രാം ഉണ്ടായിരിക്കണം. വെയിറ്റ് ഒരു 45 കിലോഗ്രാം എങ്കിലും ഉണ്ടായിരിക്കണം. രക്തദാനം ചെയ്യുന്ന ഒരു ദിവസം നല്ല ഉന്മേഷവാന്മാരായിരിക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുണ്ടാവണം. ഭക്ഷണം കഴിക്കാതെ ഡൊണേറ്റ് ചെയ്യാൻ പോകരുത്. കുറഞ്ഞതൊരു 4 മണിക്കൂറിനുള്ളിലെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ രക്തദാനം ചെയ്തതിന് ശേഷം കഠിനമായ വ്യായാമങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ജലദോഷം, പനി, തൊണ്ടവേദന, മറ്റ് ഇൻഫെക്ഷനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രക്തദാനം ചെയ്യാതിരിക്കുക. അത് മാറിയിട്ട് മാത്രം രക്തദാനത്തിന് പോവുക. ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ, ക്യാൻസർ, ബ്ലീഡിംഗ് മുതലായവ ഉള്ളവർ ഡൊണേറ്റ് ചെയ്യാതിരിക്കുക. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരൊക്കെ മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രക്തദാനം ചെയ്യാൻ സാധിക്കും. ചില വാക്സിനുകൾ എടുത്താൽ 2 മുതൽ 4 ആഴ്ച വരെ രക്തദാനത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. രക്തദാനം ചെയ്യുമ്പോൾ ഒരു മിനി ഹെൽത്ത് ചെക്കപ്പ് നടക്കുന്നുണ്ടല്ലോ. ഹീമോഗ്ലോബിൻ, വെയിറ്റ്, BP, പൾസ് എല്ലാം നോക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലോ ചികിത്സ എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിലോ അവിടെ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് B, HIV, HCV ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നതിനാൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് രക്തബാങ്ക് ഡോണേഴ്സിനെ അറിയിക്കുന്നതായിരിക്കും. അവർക്ക് വളരെ നേരത്തെ തന്നെ ഒരു ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഡൊണേറ്റ് ചെയ്യുന്ന രക്തം നമ്മൾ 3 ഘടകങ്ങളായിട്ട് വേർതിരിക്കും. RBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് എന്നിവയാണത്. അങ്ങനെ 1 യൂണിറ്റ് രക്തത്തിൽ നിന്ന് 3 രോഗികളെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. പക്ഷേ ഇതിലെ പ്ലേറ്റ്ലെറ്റിന് 5 ദിവസം മാത്രമേ ഷെൽഫ് ലൈഫ് ഉള്ളൂ. അതായത് നിരന്തരമായി രക്തദാതാക്കളെ ആവശ്യം വരും എന്നർത്ഥം. ഇത് പ്രധാനമായും നമ്മുടെ ഡെങ്കി സീസണിലായിരിക്കും കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാൻസർ, കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിന്, സർജറിയിൽ ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ രക്തം കട്ട പിടിക്കാൻ എല്ലാം പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ആവശ്യം വരും. ഇങ്ങനെ ഒരുപാട് ഡിമാൻഡ് വരുമ്പോൾ നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു നൂതനമായ പ്രക്രിയയാണ് എഫറസിസ് എന്നത്. എഫറസിസിലൂടെ പ്ലേറ്റ്ലെറ്റ് മാത്രം ദാതാവിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഇതൊരു മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ് വേർതിരിക്കുന്നത്. സാധാരണ രക്തദാനം ചെയ്താൽ നമ്മൾ 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ രണ്ടാമത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതുപോലെ പ്ലേറ്റ്ലെറ്റ് എഫറസിസ് ദാനം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ബ്ലഡ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു വർഷം 24 തവണ വരെ പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യാൻ സാധിക്കും. സന്നദ്ധ രക്തദാനത്തിന് താല്പര്യമുള്ളവർ അടുത്തുള്ള ബ്ലഡ് ബാങ്കിൽ എത്തുകയോ രക്തക്യാമ്പുകളിൽ പങ്കെടുക്കുകയോ ചെയ്താൽ മതി. പ്രത്യേകം സജ്ജമാക്കിയ ബാഗുകളിലാണ് നമ്മൾ രക്തം ശേഖരിക്കുന്നത്. അത് ശേഖരിച്ചതിന് ശേഷം അതിനെ ഘടകങ്ങളായി വേർതിരിക്കുന്നു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസറും ബ്ലഡ് ബാങ്ക് ട്രാൻസ്ഫ്യൂഷൻ സർവീസസിന്റെ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറുമായ ഡോക്ടർ മീന BB സന്നദ്ധ രക്തദാനത്തിനായിട്ട് ദാതാക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. അവര് രക്തബാങ്കിൽ വരികയോ ഏതെങ്കിലും സംഘടനകളെ സമീപിച്ച് ക്യാമ്പിൽ വരികയോ ആണ് ചെയ്യാറ്. ഇപ്പൊ ബ്ലഡ് ബാങ്കിൽ വരുന്ന ഒരു ഡോണർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം രക്തം ദാനം ചെയ്യാൻ അദ്ദേഹം പ്രാപ്തനാണോ എന്ന് നോക്കാനായിട്ട് കുറച്ച് പരിശോധനകളും മെഡിക്കൽ പരിശോധനകളും നടത്തും. അത് വെയിറ്റ് നോക്കും, ഹീമോഗ്ലോബിൻ നോക്കും, രോഗിയുടെ കുറച്ച് കാര്യങ്ങൾ കൗൺസിലർ അവരോട് ചോദിച്ച് മനസ്സിലാക്കും. അതിനുശേഷം മെഡിക്കൽ ഓഫീസർ BP, ടെമ്പറേച്ചർ, പിന്നെ അയാളുടെ ചെസ്റ്റ്, ഹാർട്ട് എന്നീ സാധാരണ മെഡിക്കൽ ചെക്കപ്പ് നടത്തും. ഇതിനുശേഷമാണ് രക്തദാതാവിനെ രക്തം ദാനം ചെയ്യാനായിട്ട്
നമ്മൾ ക്ഷണിക്കുന്നത്. അദ്ദേഹം രക്തം ദാനം ചെയ്യുന്നതിന് പ്രത്യേകം സജ്ജമാക്കിയ ബ്ലഡ് ഡോണർ കൗച്ചിൽ കിടത്തിയിട്ട് അദ്ദേഹത്തിന്റെ രക്തം ബാഗുകളിലേക്ക് ശേഖരിക്കുന്നു. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ സമയമേ ഇതിനെടുക്കുകയുള്ളൂ. ശേഷം രക്തദാതാവിനെ ഒരു അരമണിക്കൂർ വിശ്രമത്തിനായിട്ട് മറ്റൊരു മുറിയിലേക്ക് മാറ്റി കിടക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് കുടിക്കാൻ സോഫ്റ്റ് ഡ്രിങ്ക്സും ബിസ്ക്കറ്റോ അതുപോലെ എന്തെങ്കിലും ഗ്ലൂക്കോസ് ലെവല് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു. ശേഷം ആള് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് അനുവദിക്കുന്നു. അപ്പോൾ നമ്മൾ 1-2 നിർദ്ദേശങ്ങൾ പറയാറുണ്ട്. വെയിലത്ത് അധികം പോകരുത്, 4 മണിക്കൂർ നേരത്തേക്ക് ഭാരം എടുക്കരുത്, ഫുട്ബോൾ പോലുള്ള ഫിസിക്കൽ എക്സർസൈസിന് വരുന്ന കളികൾ ഒരു 4 മണിക്കൂർ നേരത്തേക്ക് ഒഴിവാക്കണം എന്നീ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ അവരെ പോകാൻ അനുവദിക്കാറ്. 4 മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൂർവ്വസ്ഥിതിയിലേക്കുള്ള എല്ലാ കളികളിലും ജോലികളിലും ഒക്കെ വ്യാപൃതനാവാൻ സാധിക്കും. പക്ഷെ അയാളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ബ്ലഡിനുള്ള ഫ്ലൂയിഡ് പാർട്ട് റീപ്ലേസ് ആവുന്നതിന് കുറച്ച് സമയം കൂടി എടുക്കും. അപ്പൊ ധാരാളം വെള്ളം കുടിക്കാനും നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്താറുണ്ട്. 1997 ആലുവ ഗവൺമെന്റ് ആശുപത്രിയിൽ രക്തബാങ്ക് രജിസ്റ്റർ ചെയ്ത അന്നു മുതൽ ഇപ്പോഴും അതിന്റെ ചുമതല വഹിക്കുന്ന ആരോഗ്യരംഗത്തെ സേവനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് 2 തവണ കരസ്ഥമാക്കിയ ഡോക്ടർ വിജയകുമാർ. രക്തം ദൈവത്തിന്റെ വരദാനമാണ്. അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ ബാധ്യസ്ഥരുമാണ്. അനുദിനം നമ്മുടെ ഭാരതത്തിൽ ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും സന്താനങ്ങൾക്കും ജീവൻ തിരിച്ചു കിട്ടുന്നത് അജ്ഞാതരായ മനുഷ്യസ്നേഹികളുടെ വിശാലമായ മനസ്സുകൊണ്ടാണ്. വേദനിപ്പിക്കുന്ന ഒരു മറുവശം കൂടിയുണ്ട്. രക്ഷപ്പെടുന്നതിനേക്കാൾ ഏറെ ജീവിതങ്ങൾ സുന്ദരമായ ലോകത്തു നിന്നും മൺമറയുന്നു. മനുഷ്യ മനസാക്ഷി ഉണ്ടാത്തത് കൊണ്ടാണിത്. കനിവിന്റെ ഉറവ വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട്, ആവശ്യത്തിന് രക്തമില്ലാത്തത് കൊണ്ട്. രക്തത്തിന് പകരം രക്തം മാത്രമേ ഉള്ളൂ. അതേ ഗുണമുള്ള മറ്റൊരു വസ്തുവും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കുറച്ചു കാലം മുമ്പ് വരെ രക്തദാനം നൽകുന്നവർക്ക് പ്രതിഫലം നൽകാറുണ്ടായിരുന്നു. കൂടാതെ രോഗികളുടെ ബന്ധുക്കളിൽ നിന്നും ഭീമമായ തുകയും ഈടാക്കിയിരുന്നു. തന്നിമിത്തം രക്തദാനം ഒരു ജീവന ഉപാധിയായി സ്വീകരിച്ചവരുണ്ടായിരുന്നു. എന്നാൽ 1996 ജനുവരി 4-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു പൊതു താൽപര്യ ഹർജിയിന്മേൽ ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. ഈ വിധി അനുസരിച്ച് രക്തം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടില് ഡ്രഗിന്റെ ഡെഫിനിഷനിൽ വരികയുണ്ടായി. ഈ നിർവചനത്തിൽ വന്നതനുസരിച്ച് രക്തദാതാവിന്റെയും സ്വീകർത്താവിന്റെയും പരിപൂർണമായ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ സംവിധാനം നിലവിലുണ്ട് എന്ന് ഡ്രഗ്സ് കൺട്രോളർക്ക് ബോധ്യം വന്നാൽ മാത്രമേ ലൈസൻസ് നൽകുകയുള്ളൂ. നമ്മളുടെ സാധാരണ രക്തം ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ നമുക്കറിയാം. വലിയ ശസ്ത്രക്രിയകൾക്ക് വേണ്ടി ഇപ്പൊ രക്തം CABG, കൊറോണറി ബൈപ്പാസ്, ബാക്കി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്. പിന്നെ റോഡ് അപകടങ്ങൾ, പ്രസവത്തോടനുബന്ധിച്ചുള്ള രക്തസ്രാവം എന്നിവ കൂടാതെ ഇപ്പൊ ഞങ്ങളുടെ ആശുപത്രിയിൽ തന്നെ ഞങ്ങൾക്ക് 108 തലസീമിയ രോഗികളുണ്ട്. അതിൽ 48 പേർക്ക് മാസം 2 പ്രാവശ്യം രക്തം നൽകേണ്ടതായ ഒരു സ്ഥിതിയാണ്. നമ്മള് രക്തത്തിന്റെ ആവശ്യം നമുക്ക് കേരളത്തിൽ 3 പതിറ്റാണ്ടിനുള്ളിൽ വളരെയേറെ വ്യത്യാസം വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ബോധവൽക്കരണം കൊണ്ട് ക്യാമ്പിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആലുവ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു മാസം 10 മുതൽ 12 ക്യാമ്പ് വരെ നടത്തുന്നുണ്ട്. ഓരോ ക്യാമ്പിനും ഞങ്ങൾക്ക് 50 യൂണിറ്റ് രക്തം കിട്ടാറുണ്ട്. ബോധവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം പണ്ടത്തെ പോലെയുള്ള പേടിയില്ല ആൾക്കാർക്ക്. ഞാൻ 50 വർഷം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നപ്പം ഒരാളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഒരു രക്തം നൽകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ശരീരത്തിൽ 1 കിലോയ്ക്ക് 76 ml ഉള്ളപ്പോൾ നമുക്ക് ആവശ്യമുള്ള രക്തത്തിന്റെ അളവ് 50 ml പെർ കിലോഗ്രാമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അവനവന്റെ ശരീരത്തിൽ എത്ര രക്തമുണ്ട് എന്ന് കണക്ക് കൂട്ടാവുന്നത്. പല ഗ്രൂപ്പുകളും കണ്ടെത്തിയിട്ടും ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ABO, RH എന്നീ ഘടകങ്ങൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്, ഇങ്ങനെ 4 ഗ്രൂപ്പാണുള്ളത്. ഏറ്റവും കൂടുതൽ O ഗ്രൂപ്പാണ് 42%. പിന്നെ B ഗ്രൂപ്പാണ്, അത് 27%. A ഗ്രൂപ്പ് 25%. AB ഗ്രൂപ്പ് 6%. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ജൂൺ 14-ാം തീയതി ആചരിക്കുന്ന കാൾ ലാൻസ്റ്റൈനറുടെ ജന്മദിനത്തിന് അനുബന്ധിച്ചിട്ടാണ് ഈ തവണത്തെ മെസ്സേജ് 1 ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി, ഗീവ് ബ്ലഡ്, സേവ് ലൈഫ് എന്നാണ്. നമ്മൾ ഒരു അല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ നമുക്കിത് സാധിക്കുന്നതാണ്. രക്തദാനം സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും അടയാളമാണ്. നമ്മൾ നൽകുന്ന ഏതാനും മില്ലിലിറ്റർ രക്തത്തിന് ഒരുപക്ഷെ ഒരു കുടുംബത്തിന്റെ ആകെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞേക്കാം. ആരോഗ്യമുള്ള ഓരോ വ്യക്തിയും രക്തദാനം ഒരു ശീലമാക്കേണ്ടതുണ്ട്. 2026 പ്രമേയം
വിരൽ ചൂണ്ടുന്നതുപോലെ നമ്മൾ നൽകുന്ന ഓരോ തുള്ളി രക്തവും ഈ ഭൂമിയിലെ മാനവികതയെയും മനുഷ്യജീവനുകളെയും നിലനിർത്താനുള്ള ജീവനാഡിയാണ്. അവശ്യ സമയത്ത് എല്ലാവർക്കും രക്തം ലഭ്യമാകുന്ന ഒരു നല്ല നാളേക്കായി ഒരുമിച്ച് മുന്നേറാം. വരും തലമുറയെയും ഇതിലേക്ക് നയിക്കാൻ ഈ രക്തദാതാ ദിനാചരണം പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കാം.